യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ജീത്തു ജോസഫ് ഇസ് ബാക്ക്. ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയാണ് ജീത്തു ജോസഫിൻ്റെ. ഈ വർഷം ഐ തിങ്ക് 4 പടം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് മോളിവുഡിൽ മാത്രമായിട്ട്. ഹോളിവുഡല്ല, ബോളിവുഡിൽ വേറെ ഇനി വരാനിരിക്കുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ സിനിമയായിരുന്നു വലതുവശത്തെ കള്ളൻ. രണ്ടാമത്തെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ദൃഢം എന്ന് പറയുന്ന സിനിമ. ഷെയ്ൻ നിഗം അടിപൊളിയായിട്ട് ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. കാരണം ഈ വാരം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ചത് തന്നെ പറയാൻ കഴിയുന്ന ഒരു സിനിമയും കൂടിയാണ് ദൃഢം. കാരണം പാട്രിയോട്ട് എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. വാഴ 2-നെ കടത്തി വെട്ടിക്കുന്ന ഒരു ഗ്രോസ് കളക്ഷനാണ് പാട്രിയോട്ട് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ ദൃഢം ഇസ് സംതിങ് എൽസ്, ഒരു ടോട്ടൽ ഡിഫറെൻറ്റ്. ഐ തിങ്ക് ഈ വാരത്തിൽ തന്നെ കുറച്ചുകൂടി മുൻതൂക്കം ഫസ്റ്റിൽ നിൽക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ദൃഢം. നൗ ചിത്തു ജോസഫിൻ്റെ അടുത്തൊരു സിനിമ ഈ മാസം ഇറങ്ങുന്നുണ്ട്, ദൃശ്യം 3 ദ ഫൈനൽ ട്രിലോജിയിലെ ട്രിലോജിയിലെ മൂന്നാമത്തെ സിനിമ. ഇതോട് കഴിഞ്ഞാൽ പിന്നെ ആ കഥ തീർന്നു. ഇതോടുകൂടി അവസാനിക്കുകയാണ് ദൃശ്യം 3 വെച്ചിട്ട്. പിന്നെ റാം എന്ന് പറയുന്ന ഒരു സിനിമയും കൂടി വരുന്നുണ്ട്. അതിൻ്റെ റിലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ഈ വർഷം തന്നെയാണ്. ഐ തിങ്ക് 4th quarter സംതിങ് എന്തോ ആയിരിക്കും റിലീസ്. ബട്ട് സ്പീക്കിംഗ് അബൌട്ട് ദിസ് സിനിമ, സ്പോയിലേഴ്സ് ഇല്ലാതെ സിനിമയുടെ ഒരു സമ്മറി IMDb പറയുന്നത് പോലെ 8.9 out of 10 റേറ്റിംഗ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. പറയുന്നത് ഇങ്ങനെയാണ്: എ പോലീസ് ഓഫീസർ അറൈവ്സ് അറ്റ് എ സീമിംഗ്ലി പീസ്ഫുൾ സ്റ്റേഷൻ ബട്ട് ഫേസസ് പ്രഷർ വെൻ ഹ്യൂമൻ റിമെയിൻസ് ആർ ഡിസ്കവേർഡ്. Given 1 week to solve the murder, he must navigate demands from his department and an anxious public seeking swift justice. ഒരാഴ്ചക്കുള്ളിൽ കേസ് സോൾവ് ആക്കണം, അതിൻ്റെ പ്രഷറുണ്ട്. കക്ഷി തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു സ്റ്റേഷനിൽ ഇങ്ങനത്തെ ഒരു കേസ് വരുമെന്നോ ഇങ്ങനത്തെ പൊല്ലാപ്പ് പിടിച്ച സാധനങ്ങൾ തൻ്റെ മേശപ്പുറത്തേക്ക് വരുമെന്നുള്ളത്. കക്ഷി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ കേസ് എങ്ങനെ സോൾവ് ആക്കണം, ഒരു മിസ്റ്ററി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഷെയ്ൻ നിഗം, മാത്യു വർഗീസ്, അഭിരാം രാധാകൃഷ്ണൻ, കോട്ടയം രമേശ്, കൃഷ്ണപ്രസാദ്, പ്രസാദ് മുരളി, സാനിയ ഫാത്തിമ, ദിനേശ് പ്രഭാകരൻ, ശോഭി തിലകൻ അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ, ബിട്ടോ ഡേവിസ്, നന്ദനുണ്ണി, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഞാൻ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം 8ഉം 7ഉം 3 റേറ്റിംഗ് തന്ന ഒരാളുണ്ട് കേട്ടോ. ഇത് നോക്കട്ടെ എന്താ ചെയ്തിരിക്കുന്നത്. ദ മൂവി സ്റ്റാർട്ട്സ് വിത്ത് ന്യൂ സബ് ഇൻസ്പെക്ടർ ജോയിനിങ് എ പീസ്ഫുൾ റൂറൽ police station. Before the crime begins, the film spends too much time creating an overly positive atmosphere. ഈ ഗഡി സിനിമ കാണാൻ എല്ലാം പോയെന്നുള്ളൂ. ഇതിൻ്റെ എന്താ പറയുക, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ പോയ കക്ഷിയാണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ട്. മേക്കിംഗ് മെനി സീൻസ് ഫീൽ ഫോഴ്സ്ഡ് ആൻഡ് സ്ട്രെച്ച്ഡ്. The repeated emotional focus on the hero's family background also adds unnecessary chasiness. Once the investigation begins, the movie fails to create any real tension or mystery. മാങ്ങാത്തൊലി പൊന്നു മക്കളെ ഇന്ന് കേട്ടുപോയത്. അടിപൊളി സിനിമയാണ്. എൻ്റെ ഒരു നിഗമനമല്ല, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കാണാൻ കൊള്ളാൻ നല്ലൊരു സിനിമ. പേടിക്കാളും കാണാൻ കൊള്ളാൻ നല്ലൊരു സിനിമയാണ്. The police procedures and investigation feels very artificial because it's cinema, guys. Almost like they were written only to explain things to the audience step by step. Of course, സ്ക്രിപ്റ്റ് ചെയ്തിട്ട് മനസ്സിലാണല്ലോ. പിന്നെ ഇങ്ങനെ കണ്ട് പിന്നെ എങ്ങനെയാണ് തോന്നുന്നത്. Many dialogues throughout the film sound weak and unrealistic. Even inside the police station, the conversations feel like spoon feeding rather than natural interactions between officers. They are actors, guys. One particular scene where the hero tries to trap a criminal who is blackmailing a girl clearly shows the problem with the writing. The dialogues in this sequence are extremely lame and remove whatever seriousness the situation needed. The climax has a decent suspense idea, okay, but the weak execution reduces its impact. The weak execution. Why is the execution weak? I don't know. The reveal scenes feel awkward. The motives behind the crime are poorly justified. അത് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് കഥയുമായിട്ട് എൻ്റർടൈൻമെൻറ്റുമായിട്ട് പ്രത്യേക ബന്ധമൊന്നും ഞാൻ കാണുന്നില്ല. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് സസ്പെൻസ്, സമ്മതിക്കില്ല സസ്പെൻസ് ഉണ്ടായിരുന്നു അതിൽ. Several moments become funny. No, ഞാൻ അംഗീകരിക്കില്ല. Overall, this investigative thriller suffers from weak writing, artificial investigation scenes, and unrealistic dialogues, making it hard to stay invested. നീ ഇന്ന് സിനിമ കാണാൻ യോഗ്യനല്ല, ഈ സിനിമ കാണരുത്. ഇപ്പം മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ റിവ്യൂ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും പോസിറ്റീവാണ്, ഭയങ്കര പോസിറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത്. എനിക്ക് നല്ല പോസിറ്റീവായിട്ടാണ് തോന്നിയത്.
ഇവന് മാത്രം എന്താണോ ഇങ്ങനെ ഒരു, കാരണം നാളെ ഒരു പോസിറ്റീവ് റിവ്യൂ ഞാൻ വായിച്ചു തരാം. സിനോപ്സിസ് എഴുതിയിട്ടുണ്ട്, സിനോപ്സിസ് ഞാൻ വായിക്കുന്നില്ല. Shane Nigam as SI Vijay, he delivers a fine performance, of course. Writers Linto Davisia and Jomon John has penned a decent screenplay, of course. Director Martin Joseph debut directional work was good. Yes, PM Unikrishnan cinematography was damn good, and VS Vinayakan's editing was sharp, and music of Srirag's lift the tone of the movie. Excellent. ഇതൊക്കെയാണ് റിവ്യൂ. But the screenplay lags in some areas as the first half, where the film tries to establish relationship of the protagonist with his fellow colleagues, which at certain point feels to have been avoided. അവോയ്ഡ് ചെയ്യാമായിരുന്നു, ബട്ട് അതുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ദർ വർ അൺആൻസർഡ് ക്വസ്റ്റ്യൻസ് ടു സർട്ടൻ സിറ്റുവേഷൻസ് വിത്ത് സ്ക്രീൻ പ്ലേ ഹാഡ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ. അതൊക്കെ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിട്ട് കണക്കാനേ പറ്റില്ല. കക്ഷി കൊടുക്കുന്നത് 10ൽ 8 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു മൂവി ട്രൂലി വാച്ചബിൾ വൺ ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് പറയാൻ കഴിയത്തുള്ളൂ. ആൻഡ് മോർ ഓവർ പേട്രിയോട്ട് എന്ന സിനിമയെക്കാളും എന്തുകൊണ്ട് എൻ്റർടൈനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ജീതു ജോസഫിൻ്റെ ഒരു സ്കോപ്പ്, യുനോ ആളുടെ ഒരു ക്രൈം ത്രില്ലർ ഈ സിനിമകളൊക്കെ എങ്ങനത്തെ ഒരു നിലവാരത്തിലാണെന്നുള്ളത് ആ ഒരു ബെഞ്ച് മാർക്ക് ആൾ ഇതിലും നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എക്സ്പെക്റ്റേഷൻ ചെയ്ത് പോവാം. എനിക്കങ്ങനെ ഇപ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂ വായിച്ച പോലെ ഒന്നും ഫീൽ ചെയ്തില്ല സിനിമ കാണുമ്പോൾ. ഐ വാസ് ട്രൂലി എൻ്റർടൈൻ. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.